കഴിഞ്ഞ തവണ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മടക്കി ഒരു മൂലയിൽ വെച്ചു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്തായാലും ഇത്തവണത്തെ വെടിക്കെട്ട് ദുരന്തത്തിലും ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ കമ്മീഷനായിട്ടാണ് അന്വേഷണം നടത്തുക. അപകടത്തെ സവിശേഷ ദുരന്തമായി സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും അടിയന്തര സഹായമായി നൽകാനും പ്രത്യേക മന്ത്രിസഭാ യോഗം ഓൺലൈനായി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി STRF നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRF നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. ഒരു കാവൽ മന്ത്രിസഭയ്ക്കും ഇത്രയും വലിയൊരു ദുരന്തം അതത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ സർക്കാരിൻ്റേതുപോലെ അടിയന്തരമായി ഇന്ന് ഓൺലൈനായി യോഗം ചേർന്ന് മന്ത്രിമാരെല്ലാം ഇന്നലെ രാത്രി തന്നെ അവിടെ അപകട സ്ഥലത്തും മറ്റും എത്തിയാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. സെയ്ഫ് സൈൻലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നഷ്ടപരിഹാരം, അതുപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം മുതലായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത നമ്മൾ കൊടുത്തു. മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് മന്ത്രിസഭ ആലോചിക്കുന്നതായി നമുക്ക് മനസ്സിലാകുന്നത്? പരിക്കേറ്റവർക്ക് 6 മാസത്തെ ചികിത്സ അതിന്റെ ചിലവ് സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ജിമ്മി, അത് സർക്കാർ ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയിലായാലും ചിലവ് ഏറ്റെടുക്കാം എന്നുള്ളതാണ് മന്ത്രിസഭ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന്. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടർമാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് അനുവദിക്കുക എന്നുള്ളതാണ് ഇന്നെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം. 6 മാസത്തിലധികം ചികിത്സ വേണം എന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ ബോർഡ് തീരുമാനമെടുത്ത് അങ്ങനെ ശുപാർശ ചെയ്യുകയാണെങ്കിൽ സ്വകാര്യ ആശുപത്രികളുടെ അടക്കം ചിലവ് അത് സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കും എന്നുള്ള തീരുമാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തിരച്ചിലിന്റെ രക്ഷാപ്രവർത്തനത്തിനും വേണ്ടി സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നിരത്തുകയെല്ലാം ചെയ്തിട്ടുണ്ട് ആ പ്രദേശത്ത്. അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അതിന്റെ ചിലവ് പൂർണ്ണമായി വഹിക്കും. ഇതിനുവേണ്ടി ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ശുപാർശ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ തുക സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വന്നത്. അതിനുള്ള അംഗീകാരവും നൽകിയിട്ടുണ്ട്. ഇന്നലെ 50 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിച്ചിരുന്നു. അത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിന് പുറമെയാണ് ഇന്ന് ജുഡീഷ്യൽ അന്വേഷണവും അതുപോലെ തന്നെ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് ധനസഹായവും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ജിമ്മി, ശരി, സേഫ്.